അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യിത്ത് നിസ്കരിക്കുന്ന രൂപം. നമ്മുടെ മദ്രസയിലെ പ്രാക്ടിക്കൽ പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം മയ്യിത്ത് നിസ്കാരമാണ്. അതിൻ്റെ ഷറത്തുകളും ഫർളുകളും പഠിക്കാനുണ്ട്. ആദ്യം മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഷറത്തുകൾ. ഒന്ന്, മയ്യത്തിന് ശുദ്ധി ഉണ്ടായിരിക്കണം. മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം ആവണം നിസ്കാരം നിർവഹിക്കേണ്ടത്. രണ്ട്, ഹാദിറായ മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കണം. അഥവാ നാം നിസ്കരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള മയ്യത്തിനേക്കാൾ നിസ്കരിക്കുന്നവൻ മുൻകടക്കാതിരിക്കണം. മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ: ഒന്ന്, നിയ്യത്ത്. രണ്ട്, കഴിവുള്ളവൻ നിൽക്കൽ. മൂന്ന്, 4 തക്ബീർ ചൊല്ലൽ. 4, ഫാത്തിഹ ഓതൽ. 5, രണ്ടാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 6, മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ. 7, നാലാം തക്ബീറിന് ശേഷം സലാം വീട്ടൽ. ഇതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. ഇനി മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ നോക്കാം. ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതലും ശേഷം ആമീൻ പറയലും സുന്നത്താണ്. തക്ബീർ ഉറക്കെ ചൊല്ലലും ഖിറാഅത്ത് പതുക്കെയാക്കലും ഇമാമിന് സുന്നത്താണ്. 3 സഫുകളായി നിൽക്കൽ സുന്നത്താണ്. മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും സ്ത്രീയാണെങ്കിൽ അരയുടെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത് എന്നീ കാര്യങ്ങൾ സുന്നത്താകുന്നു. ആദ്യം നിയ്യത്ത് വെക്കുകയാണല്ലോ. ഉസല്ലി ഫർള അലാ ഹാദൽ മയ്യിത്തി 4 തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല മഅൽ ഇമാം. ഈ മയ്യത്തിൻ്റെ മേലുള്ള ഫർദ് നിസ്കാരം 4 തക്ബീറോടുകൂടി ഖിബ്ലയിലേക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമോട് കൂടെയാണെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലുന്നു. ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയ ഉടനെ കൈകെട്ടി നമ്മൾ ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞ് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി രണ്ടാമതും അതുപോലെ കൈകെട്ടുന്നു. ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അതിനുശേഷം മൂന്നാമതും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലുന്നു. കൈകെട്ടിയതിനു ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫി വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലി വസൗജൻ ഖൈറൻ മിൻ സൗജി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്ർ വഫിത്നതിഹി വമിൻ അദാബിൻ നാർ എന്ന ദുആ അതിനുശേഷം ചൊല്ലുക. അത് മയ്യത്ത് പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നുള്ള സ്ഥാനത്ത് ദമീറുകളൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹ എന്ന മാറ്റങ്ങൾ വരുത്തി ചൊല്ലുക. നാലാമതും അതുപോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലുന്നു. നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലി എന്ന പ്രാർത്ഥനയോടുകൂടെ ആ നൃത്തത്തിൽ തന്നെ 2 ഭാഗത്തേക്കും സാധാരണ സലാം വിട്ടുന്നത് പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കുക.